അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, കുറച്ച് ഡീറ്റെയിൽസ് വരുന്ന ടോപ്പിക്കാണ് വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനം. ഓക്കെ, 36ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിൽ സിലബസിൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ വെബ് LDCയുടെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിച്ചു വരുന്നതാണ് വന്യജീവി സങ്കേതങ്ങൾ. ഓക്കെ, ഇന്ത്യയിൽ ആകെ 573 വന്യജീവി സങ്കേതങ്ങളുണ്ട്. അത് 2023 റിപ്പോർട്ട് പ്രകാരമാണ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് കേരളത്തിലെയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 18 വന്യജീവി സങ്കേതങ്ങൾ. അപ്പോൾ ആദ്യം ക്ലാസ്സിലേക്ക് പ്രധാന ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് കേരളത്തിലെ 18 വന്യജീവി സങ്കേതങ്ങളും അതിൻ്റെ വലിപ്പവും അതുപോലെ ഏത് വർഷമാണ് നിലവിൽ വന്നത് എന്നും കൂടെ നോക്കാം. ആദ്യമായിട്ട് പെരിയാർ വന്യജീവി സങ്കേതം 777 ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് 1950 നിലവിൽ വന്നത്. ഇത് 777 ചതുരശ്ര കിലോമീറ്റർ എന്ന് കൊടുത്തിരിക്കുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നുള്ള ഡീറ്റെയിൽ ആണ്. ശ്രദ്ധിച്ചുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നുള്ള ഡീറ്റെയിൽ ആണ്. ഓക്കെ, അടുത്ത് രണ്ടാമത്തത് നെയ്യാർ വന്യജീവി സങ്കേതം. അതിൻ്റെ വിസ്തീർണം 128 ചതുരശ്ര കിലോമീറ്റർ ആണ്. നിലവിൽ വന്ന വർഷം 1958. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം നിലവിൽ അതിൻ്റെ വിസ്തീർണം 125 ചതുരശ്ര കിലോമീറ്റർ ആണ്. നിലവിൽ വന്ന വർഷം 1958. പറമ്പിക്കുളം വന്യജീവി സങ്കേതം വിസ്തീർണം 285 ചതുരശ്ര കിലോമീറ്റർ. നിലവിൽ വന്ന വർഷം 1973. വയനാട് വന്യജീവി സങ്കേതം വിസ്തീർണം 344.4 ചതുരശ്ര കിലോമീറ്റർ. നിലവിൽ വന്ന വർഷം 1973. ഇടുക്കി വന്യജീവി സങ്കേതം വിസ്തീർണം 70 ചതുരശ്ര കിലോമീറ്റർ. നിലവിൽ വന്ന വർഷം 1976. അടുത്ത പേപ്പാറ വന്യജീവി സങ്കേതം. അതിൻ്റെ വിസ്തീർണം 53 ചതുരശ്ര കിലോമീറ്റർ ആണ്. നിലവിൽ വന്ന വർഷം 83. തട്ടേക്കാട് പക്ഷി സങ്കേതം വിസ്തീർണം 25 ചതുരശ്ര കിലോമീറ്റർ. നിലവിൽ വന്ന വർഷം 1983. ചെന്തുരുണി വന്യജീവി സങ്കേതം വിസ്തീർണം 171 ചതുരശ്ര കിലോമീറ്റർ. നിലവിൽ വന്ന വർഷം 1984. ചിന്നാർ വന്യജീവി സങ്കേതം 90.4 ചതുരശ്ര കിലോമീറ്റർ ആണ്. നിലവിൽ വന്ന വർഷം 1984. ചിമ്മിനി വന്യജീവി സങ്കേതം 85 ചതുരശ്ര കിലോമീറ്റർ ആണ്. നിലവിൽ വന്ന വർഷം 1984. ആറളം വന്യജീവി സങ്കേതം 55 ചതുരശ്ര കിലോമീറ്റർ ആണ്. നിലവിൽ വന്ന വർഷം 1984. 1984 ഈ 4 നിലവിൽ വരുന്നുണ്ട്. അടുത്ത മംഗളവനം പക്ഷി സങ്കേതം 0.027 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2004 നിലവിൽ വന്നു. കുറിഞ്ഞിമല സങ്കേതം 32 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2006 നിലവിൽ വന്നു. ചൂലന്നൂർ മയിൽ പക്ഷി സങ്കേതം 3.42 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2007 നിലവിൽ വന്നു. ഓക്കെ, ഇനി നമുക്ക് മലബാർ സാങ്ച്വറി 74.215 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2009 നിലവിൽ വന്നു. കൊട്ടിയൂർ വന്യജീവി സങ്കേതം 30.380 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2011 നിലവിൽ വന്നു. കരിമ്പുഴ വന്യജീവി സങ്കേതം 227.97 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2019 നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ ചൂലന്നൂർ മയിൽ സങ്കേതത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് ഗ്രേ ജംഗിൾ ഫൗൾ. ഓക്കെ, ഗ്യാലസ് ഒണീരാറ്റി എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ഗ്രേ ജംഗിൾ ഫൗൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു കോഴിയുടെ കോഴിയെ പോലെ ഇരിക്കുക. അതായത് നമ്മളെ പൂവൻ കോഴിയാണല്ലോ, അതിൻ്റെ രൂപത്തിൽ വരുന്നതാണ് ഈ ഗ്രേ ജംഗിൾ ഫൗൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് കുറിഞ്ഞിമല സങ്കേതം ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആയ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് നീലഗിരി താർ. ഓർത്തുവയ്ക്കാം. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന അതിമനോഹരവും അത്യപൂർവമായ നീലക്കുറിഞ്ഞി സംരക്ഷിക്കുന്നത് നീലക്കുറിഞ്ഞി എവിടെയാണ്? ഇരവികുളമാണെന്ന് ഓർത്തുവയ്ക്കുക. ഇടുക്കി വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്നത് ഏഷ്യൻ ആനയാണ്. ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ആണെന്ന് ഓർത്തുവയ്ക്കുക. തട്ടിക്കാട് പക്ഷി സങ്കേതത്തിലെ വംശനാശ ഭീഷണി നേരിടുന്നതാണ് ഗ്രേറ്റ് ഹോൺബിൽ ബ്യൂസിലസ് ബൈക്കോണിസ്. നമുക്കറിയാം. അടുത്ത കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് ഗ്രേറ്റ് ഹോൺബിൽ എന്ന് അറിയാം. അടുത്ത ഏതോ പാർക്കിൻ്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് വെച്ചാൽ നെഹ്റു സുവോളജിക്കൽ പാർക്ക്. ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ സിംഹങ്ങളെ തുറന്നു വിട്ടിരിക്കുന്ന ഏക കേന്ദ്രമാണ് നെയ്യാർ. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂസ്ട്രോ ട്രാവൻകൂറിക്ക. ചിന്നാറിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. റീഡ് തവളകൾ കാണപ്പെടുന്ന പ്രദേശമാണ് കക്കയം. അടുത്ത് കടലാമകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് കോളാവി.
ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് 2007. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവാണ് പറമ്പിക്കുളം എന്ന് ഓർത്തുവയ്ക്കുക. കടവാവലുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം എന്നുകൂടി ഓർത്തുവയ്ക്കുക. അടുത്ത് പന്നിമൂക്കൻ തവള കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. റീഡ് തവളകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് കക്കയം. ചാമ്പൻ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ജസ്റ്റ് നോക്കാം. തട്ടിക്കാട് എറണാകുളമാണ്, മംഗളവനം എറണാകുളം, കുമരകം കോട്ടയം, അരിപ്പ തിരുവനന്തപുരം, കടലുണ്ടി മലപ്പുറമാണ്, ചൂലന്നൂർ പാലക്കാട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ വന്യജീവി സങ്കേതങ്ങളും അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. മാക്സിമം ഇനി കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വിവരങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. 1934 നിലവിൽ വരുന്നത്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് പെരിയാർ വന്യജീവി സങ്കേതം. 1978 ഒരു കടുവ സങ്കേതമായി പ്രഖ്യാപിച്ച ഈ പ്രോജക്റ്റ് ടൈഗറിന്റെ ഭാഗമാണെന്ന് ഓർത്തുവയ്ക്കുക. 1978 എന്താണ് കടുവ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. പെരിയാർ കടുവ സങ്കേതമായി പ്രഖ്യാപിച്ച 1978 നമ്മൾ പറഞ്ഞു. ഈ ദേശീയോദ്യാനത്തിലെ ഏറ്റവും വലിയ ജലാശയമാണ് പെരിയാർ തടാകം. പെരിയാർ തടാകം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് ചോദിച്ചാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണ ഫലമായി രൂപപ്പെട്ടതാണ് പെരിയാർ തടാകം എന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത പെരിയാർ ദേശീയോദ്യാനത്തിലെ പ്രധാന ആകർഷണമായ 2 മൃഗങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ കടുവയും ഏഷ്യൻ ആനയാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് പെരിയാർ ദേശീയോദ്യാനം ഏത് പർവ്വത നിരയുടെ ഭാഗം എന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ടം. മിക്ക വന്യജീവി സങ്കേതങ്ങളെല്ലാം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്ന് വെച്ചാൽ പ്രോജക്റ്റ് പദ്ധതി എന്ന് വെച്ചാൽ ഏതാണ്? പ്രോജക്റ്റ് ടൈഗറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പെരിയാറിൽ കാണുന്ന ഏതെങ്കിലും ഒരു അപൂർവ പക്ഷി ഇനം ഏതെന്ന് വെച്ചാൽ മലമുഴക്കി വേഴാമ്പലാണ്. അടുത്ത് 1934 നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ്. അടുത്ത് ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ പീരുമേട് താലൂക്കാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ്. ഇത് ഓർത്തു വയ്ക്കാം. അടുത്ത് 2010 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത രണ്ടാമത്തത് ഇടുക്കി വന്യജീവി സങ്കേതമാണ്. ഇടുക്കി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി വന്യജീവി സങ്കേതം ഏത് വർഷമാണ് സ്ഥാപിതമായത്? 1976. ഈ വന്യജീവി സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണമാണ് 77 ചതുരശ്ര കിലോമീറ്ററാണ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ പ്രധാന ജലാശയം എന്ന് വെച്ചാൽ ഇടുക്കി തടാകമാണ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ സാധാരണയായി കാണപ്പെടുന്ന മൃഗങ്ങളാണ് ആനയും കാട്ടുപോത്തും. ഈ സങ്കേതം ഏത് പവർ ഹൗസിന്റെ നീർത്തടത്തിന്റെ ഭാഗമാണെന്ന് വെച്ചാൽ മൂലമറ്റം പവർ ഹൗസ്. മറന്നുപോരുത്. ഇവിടുത്തെ പ്രധാന വനരീതികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ നിത്യഹരിത, നിത്യഹരിത, ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ പ്രധാന ടൂറിസം പ്രവർത്തനം ഇടുക്കി തടാകത്തിലെ ബോട്ടിംഗ് ആണ്. ഈ സങ്കേതത്തിലെ ജൈവ വൈവിധ്യ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന ഒരു വേട്ടമൃഗം എന്ന് വെച്ചാൽ കടുവ അല്ലെങ്കിൽ പുലിയാണ്. തട്ടേക്കേട് അതിൻ്റെ അടുത്ത് നോക്കിയിട്ട് തട്ടേക്കാട് പക്ഷി സങ്കേതം അല്ലെങ്കിൽ സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ലയിലാണ്. പക്ഷി സങ്കേതം ഏത് നദീതീരത്ത് എന്ന് ചോദിച്ചാൽ പെരിയാർ നദീതീരത്ത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന്റെ തീരത്താണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതം എപ്പോഴാണ് സ്ഥാപിക്കുക വെച്ചാൽ 1983. ഈ സങ്കേതം ആരുടെ പേരിൽ അറിയപ്പെടുന്നത്? സലീം അലി, ഡോക്ടർ സലീം അലി, പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ എത്ര ഇനം പക്ഷികളാണ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ 300-ലധികം പക്ഷികൾ. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതങ്ങളിൽ ഒന്നാണ് ഏത്? തട്ടേക്കാടെന്ന് ഓർത്തു വയ്ക്കാം. പ്രധാന വനരീതികൾ എന്ന് വെച്ചാൽ നിത്യഹരിത വനങ്ങളും നദീതീര കാടുകളും പുൽമേടുകളും ചേർന്നതാണ് പക്ഷി സങ്കേതം. ഓക്കെ, അടുത്ത തട്ടിക്കാട് പക്ഷി സങ്കേതത്തിൽ കാണപ്പെടുന്ന ഒരു അപൂർവ പക്ഷി ഇനം എന്ന് വെച്ചാൽ ശ്രീലങ്കൻ ഗ്രഫോ മൗത്ത് അല്ലെങ്കിൽ മലമുഴക്കി വേഴാമ്പലാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ടൂറിസം പ്രവർത്തനമാണ് പെരിയാർ നദിയിലെ റാഫ്റ്റിംഗ്. തട്ടിക്കാട് പക്ഷി സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണം 25 ചതുരശ്ര കിലോമീറ്ററാണ്. അടുത്ത് ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1984. ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണം 90 ചതുരശ്ര കിലോമീറ്ററാണ്. ചിന്നാർ സങ്കേതം പ്രധാനമായും ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് പേരുകേട്ടത്? നക്ഷത്രാമകൾ. കേരളത്തിലെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളിലൊന്നാണ് ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് പാമ്പാർ നദി. ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് തൂവാനം വെള്ളച്ചാട്ടം.
ചിന്നാറിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗമാണ് ചാര അണ്ണാൻ അല്ലെങ്കിൽ ചാമ്പൽ മലയണ്ണാൻ. മറയൂരിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ സങ്കേതം ഏത് പ്രത്യേക കാടുകൾക്ക് പേരിട്ടതാണ്? മറയൂർ ചന്ദനക്കാടുകൾ. ചിന്നാറിലെ പ്രധാന വനരീതി ഏതെന്ന് വെച്ചാൽ മുള്ളം കാടുകളും ഉണങ്ങിയ ഇലപൊഴിയും വനങ്ങളുമാണ്. പേപ്പാറ വന്യജീവി സങ്കേതം നോക്കാം. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയിലാണ്. പേപ്പാറ വന്യജീവി സങ്കേതം എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 1983. സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണം 53 ചതുരശ്ര കിലോമീറ്ററാണ്. പേപ്പാറ അണക്കെട്ട് ഏത് നദിയിലാണെന്ന് വെച്ചാൽ കരമനയാറ്റിലാണ്. പേപ്പാറ വന്യജീവി സങ്കേതത്തിൻ്റെ ഈ സാധാരണയായി കാണുന്ന ഏതെങ്കിലും രണ്ട് മൃഗങ്ങൾ ചോദിച്ചാൽ ആനയും കാട്ടുപോത്തുമാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് വാർത്തകളിൽ കാണാറുണ്ട് പേപ്പാറ ഭാഗത്ത് ആന ഇറങ്ങി, അതുപോലെ തന്നെ കാട്ടുപോത്ത് ഇറങ്ങിയെന്ന്. ഓക്കെ, അപ്പോൾ അത് പ്രധാനമായിട്ട് കാണപ്പെടുന്നത് പേപ്പാറ വന്യജീവി സങ്കേതത്തിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭാഗം ഉണ്ടാവാൻ കാരണം. തിരുവനന്തപുരം നഗരത്തെ ശുദ്ധജലം എത്തിക്കുന്ന ഈ സങ്കേതത്തിൽ ഏത് പങ്ക് വഹിക്കുന്നു എന്ന് വെച്ചാൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ, അടുത്ത് പേപ്പാറ വന്യജീവി സങ്കേതത്തിലെ എത്ര ഇനം പക്ഷികളാണ് കണ്ടെത്തിയിട്ടുള്ളത്? 230-ലധികം. ഇവിടുത്തെ പ്രധാന വനരീതിയാണ് നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും ചോലവനങ്ങളും. പേപ്പാറയിലെ ഒരു പ്രധാന ടൂറിസം പ്രവർത്തനമാണ് പേപ്പാറ തടാകത്തിലെ ബോട്ടിംഗ്. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം പേപ്പാറ തടാകത്തിലെ ബോട്ടിംഗ്. പേപ്പാറ വന്യജീവി സങ്കേതം ഏത് പർവ്വതനിരയുടെ ഭാഗം എന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. അടുത്ത സ്ഥിരമായിട്ട് ചോദിച്ച ചോദ്യമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിലെ ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥാപിക്കപ്പെട്ട വർഷം 1984. സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണമാണ് 171 ചതുരശ്ര കിലോമീറ്റർ. ഒരു മരത്തിന്റെ പേര് ചെന്തുരുണി എന്ന പേര് മരത്തിന്റെ പേരിൽ ഒരു വന്യജീവി സങ്കേതമാണ് എന്ന് പറയുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതം എന്ന് ഓർത്തിക്കുക. പ്രീവിയസ് ഇയർ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ചെന്തുരുണി സങ്കേതത്തിന് പ്രധാനമായി കാണപ്പെടുന്ന ഏതെങ്കിലും മൃഗങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ആനയും കാട്ടുപോത്തുമാണ്. പെരിയാറിലുള്ള അതേ സെയിം തന്നെയാണ് ചെന്തുരുണിയിലും കാണപ്പെടുന്നത്. കേരളത്തിലേക്ക് റിസർവ് വനം കൂടിയാണ് ഇത് ചെന്തുരുണി എന്ന് ഓർത്തുവയ്ക്കാം. സങ്കേതം ഏത് നദിയുടെ തീരത്ത് വ്യാപിച്ചു കിടക്കുന്നത്? കല്ലറയാറിൻ്റെയാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് എക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗം എന്ന് വെച്ചാൽ തെന്മല എക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമാണ്. ഇവിടുത്തെ പ്രധാന വനരീതിയാണ് നിത്യഹരിതം, അതുപോലെ തന്നെ അർദ്ധ നിത്യഹരിത ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ. ചെന്തുരുണി എത്ര ഇനം പക്ഷികളാണ് കണ്ടെത്തിയിട്ടുള്ളത്? 275 അധികം ഇനം. അടുത്ത നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. നെയ്യാർ വന്യജീവി സങ്കേതം എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? 1958. ഈ സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണമാണ് 128 ചതുരശ്ര കിലോമീറ്റർ. നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ പ്രധാന ജലാശയമാണ് നെയ്യാർ തടാകം എന്ന് ഓർത്തുവയ്ക്കാം. നെയ്യാർ സംഘത്തിലെ പ്രധാന ആകർഷണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം പറഞ്ഞാൽ മുതല വളർത്തൽ കേന്ദ്രവും ലയൺ സഫാരി പാർക്കുമാണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് മലനിരയുടെ താഴ്വരയിലെന്ന് വെച്ചാൽ അഗസ്ത്യമലയുടെയാണ്. ഏതാണ്? അഗസ്ത്യമല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ഇവിടുത്തെ പ്രധാന വനരീതികൾ നിത്യഹരിത വനവും അതുപോലെ ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളുമാണെന്ന് ഓർത്തുവയ്ക്കുക. നെയ്യാർ തടാകത്തിലെ ഒരു ടൂറിസം പ്രവർത്തനമാണ് ബോട്ടിംഗ് എന്ന് ഓർത്തുവയ്ക്കുക. നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു സസ്തിനിയാണ് ആനയും കാട്ടുപോത്തും. നമ്മൾ പറഞ്ഞു പെരിയാറിൽ അതുപോലെ തന്നെ നെയ്യാറിൽ എല്ലാം ആനയും കാട്ടുപോത്തുമാണ്. ചെന്തുരുണിയിലും ആനയും കാട്ടുപോത്തുമാണ്. അഗസ്ത്യകൂടം ട്രക്കിംഗ് അനുമതി ലഭ്യമാക്കുന്ന സങ്കേതത്തിലെ നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അഗസ്ത്യകൂടം ട്രക്കിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രക്കിംഗ് ആണ്. നിങ്ങൾ വാർത്തകളിൽ കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വർഷം നടക്കുന്നതാണ് അഗസ്ത്യകൂടം ട്രക്കിംഗ്. അടുത്ത ചെമ്മിനി വന്യജീവി സങ്കേതം നോക്കാം. ചെമ്മിനി വന്യജീവി സങ്കേതം ഏത് ജില്ലയെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്. സ്ഥാപിതമായ വർഷം 1984. ഇത് വിസ്തീർണം 85 ചതുരശ്ര കിലോമീറ്റർ ആണ്. ചെമ്മിനി സങ്കേതം ഏത് വനനിരയുടെ ഭാഗം എന്ന് വെച്ചാൽ നെല്ലിയാമ്പതി വനനിരയുടെ ഭാഗമാണ്. ചെമ്മിനി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ചാലക്കുടി പുഴ. ചെമ്മിനി വന്യജീവി സങ്കേതം എത്ര ഇനം പക്ഷികളാണ് കണ്ടെത്തിയതെന്ന് വെച്ചാൽ 160 അധികം ഇനം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന വനരീതി ഏതെന്ന് വെച്ചാൽ നിത്യഹരിതം, അതുപോലെ അർദ്ധ നിത്യഹരിതം ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളാണ്. ചെമ്മിനി വന്യജീവി സങ്കേതത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു സസ്തനി എന്ന് വെച്ചാൽ ആനയും കാട്ടുപോത്താണ്. സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നതാണ്. അടുത്ത് ഈ സങ്കേതത്തിലെ പ്രധാന ടൂറിസം ബോട്ടിങ്ങും ട്രക്കിങ്ങും ആണെന്ന് ഓർത്തു വയ്ക്കാം. പശ്ചിമഘട്ടത്തിൽ ഏത് പ്രാധാന്യമുള്ള ചെമ്മിനി സങ്കേതത്തിലാണ് ഉള്ളതെന്ന് വെച്ചാൽ ജൈവ വൈവിധ്യത്തിന് ഒരു പ്രധാന കണ്ണിയാണ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ചെമ്മിനി വന്യജീവി സങ്കേതം. ഓക്കെ, അടുത്ത പറമ്പിക്കുളം കടുവാ സങ്കേതം നമുക്ക് നോക്കാം. പറമ്പിക്കുളം കടുവാ സങ്കേതം ഏത് ജില്ലയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. പറമ്പിക്കുളം കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 2010. ഈ സങ്കേതത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം എന്ന് കന്നിമാര പ്രീവിയസ് ഇയർ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളതാണ്. പറമ്പിക്കുളം തേക്ക് സങ്കേതത്തിലെ ഏകദേശ വിസ്തീർണമാണ് 643.66 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇവിടുത്തെ പ്രധാന ആകർഷണമായ ഏതെങ്കിലും രണ്ട് മൃഗങ്ങൾ ചോദിച്ചാൽ കടുവയും ആനയുമാണെന്ന് ഓർത്തിരിക്കുക. പറമ്പിക്കുളം സങ്കേതത്തിലെ പ്രധാന ടൂറിസം പ്രവർത്തനങ്ങളാണ്
തടാകത്തിലെ ബോട്ടിങ്ങും ട്രീ ഹൗസ് താമസവും എന്ന് ഓർത്തു വയ്ക്കാം. പറമ്പിക്കുളം സങ്കേതം ഏത് സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്നു? തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു. ഈ സങ്കേതത്തിൽ എത്ര ഇനം പക്ഷികളാണ് കണ്ടെത്തിയത് വെച്ചാൽ 268 ഇനം അധികം ഇനം കണ്ടെത്തിയിട്ടുണ്ട്. പറമ്പിക്കുളം സങ്കേതം ഏത് പർവ്വതനിരയുടെ ഭാഗം എന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. പറമ്പിക്കുളം കടുവ സങ്കേതത്തിന്റെ പ്രധാന വനരീതിയാണ് തേക്കാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്ന് പറയുന്നത് മറയൂർ. ഓക്കെ, അടുത്ത പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം ഏത് ജില്ലയെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ് ഓർത്തിക്കുക. നിലവിൽ സ്ഥാപിക്കപ്പെട്ട വർഷം 1958. ഏകദേശ വിസ്തീർണം 125 ചതുരശ്ര കിലോമീറ്റർ ആണ്. പീച്ചി വാഴാനി സങ്കേതത്തിലെ പ്രധാന ജലാശയങ്ങളാണ് പീച്ചി വാഴാനി അണക്കെട്ടുകൾ. ഇവിടുത്തെ പ്രധാന വനരീതിയാണ് നിത്യഹരിത, അർദ്ധ നിത്യഹരിത, ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ. പീച്ചി വാഴാനി സങ്കേതത്തിൽ എത്ര ഇനം പക്ഷികളാണ് കണ്ടെത്തിയിട്ടുള്ളത് ചോദിച്ചാൽ 100-ലധികം. പീച്ചി അണക്കെട്ടിലെ പ്രധാന ടൂറിസം പ്രവർത്തനം എന്ന് വെച്ചാൽ ബോട്ടിംഗ് ആണെന്ന് ഓർത്തു വയ്ക്കാം. ഈ സങ്കേതത്തിൽ കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു സസ്തനിയാണ് ആന, കാട്ടുപോത്ത്. പീച്ചി വാഴാനി സങ്കേതം കേരളത്തിന്റെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്? മധ്യ കേരളത്തിലാണ്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം എന്തിനാണ് പ്രാധാന്യം സംരക്ഷിക്കുന്നത്? ജൈവ വൈവിധ്യ സംരക്ഷണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് കൂടി ഓർത്തു വയ്ക്കാം. അടുത്ത വയനാട് വന്യജീവി സങ്കേതമാണ്. വയനാട് വന്യജീവി സങ്കേതം ഏത് ജില്ലയെന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയിലാണ്, എളുപ്പമാണ്. വയനാട് വന്യജീവി സങ്കേതം സ്ഥാപിക്കപ്പെട്ട വർഷം 1973. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണം 344.44 ചതുരശ്ര കിലോമീറ്ററാണ്. വയനാട് വന്യജീവി സങ്കേതം ഏത് മൃഗത്തിനാണ് പ്രാധാന്യം കിട്ടുന്നത് ചോദിച്ചാൽ ആനയ്ക്കാണ്. ഓക്കെ, അപ്പം നമുക്ക് ആന ചവിട്ടിക്കൊണ്ടു എന്നൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ വാർത്തകളിൽ കേൾക്കുന്നുണ്ടാവും. വയനാട് ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആനകൾ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് ഇത് വയനാട് വന്യജീവി സങ്കേതം. ഈ സങ്കേതം അതിർത്തി പങ്കിടുന്ന പ്രധാന വന്യജീവി സങ്കേതമാണ് ബന്ദിപ്പൂർ, കർണാടകയിലെ ബന്ദിപ്പൂറും മുതുമലയും. ഇവിടുത്തെ പ്രധാന വനരീതിയാണ് ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളാണ്. വയനാട് വന്യജീവി സങ്കേതത്തിലെ പ്രധാന ടൂറിസം പ്രവർത്തനമാണ് ജീപ്പ് സഫാരി എന്ന് ഓർത്തു വയ്ക്കുക. ഈ സങ്കേതത്തിൽ പ്രധാനമായി കാണപ്പെടുന്ന വേട്ടമൃഗമാണ് കടുവയും പുലി. വയനാട് വന്യജീവി സങ്കേതം ഏത് പർവ്വതനിരയുടെ ഭാഗം എന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത കുറിഞ്ഞിമല സങ്കേതമാണ്. കുറിഞ്ഞിമല സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. കുറിഞ്ഞിമല സങ്കേതം എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? 2006. ഈ സങ്കേതത്തിലെ പ്രധാന ലക്ഷ്യമാണ് നീലക്കുറിഞ്ഞി പൂക്കുന്ന പ്രദേശങ്ങളുടെ സംരക്ഷണമാണ്. നീലക്കുറിഞ്ഞി എത്ര വർഷത്തിലൊരിക്കലെന്ന് വെച്ചാൽ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നതാണ് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണമാണ് 32 ചതുരശ്ര കിലോമീറ്റർ. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന് ഓർത്തിക്കുക. പ്രീവിയസ് ഇയർ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളതാണ്. കുറിഞ്ഞിമല സങ്കേതത്തിൽ കാണപ്പെടുന്ന ഒരു മൃഗം നീലഗിരി താർ ആനയുമാണെന്ന് ഓർത്തു വയ്ക്കാം. ഈ ദേശീയോദ്യാനത്തിൽ ചേർന്ന് കിടക്കുന്ന സ്ഥിതി ചെയ്യുന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇവിടുത്തെ പ്രധാന ആവാസ വ്യവസ്ഥകളാണ് ഹൈറേഞ്ച് പുൽമേടുകളും ചോലവനങ്ങളും എന്ന് കൂടി ഓർത്തിക്കുക. കുറിഞ്ഞിമല സങ്കേതം ഏത് പർവ്വതനിരയുടെ ഭാഗം എന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിന്റെ ഈ ഭാഗമാണ്. 1600 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. അടുത്ത് നോക്കേണ്ടത് ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ആറളം വന്യജീവി സങ്കേതം സ്ഥാപിക്കപ്പെട്ടത് 1984. വടക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ നെയ്യാർ വന്യജീവി സങ്കേതം എന്ന് ഇതിന്റെ അവസരത്തിൽ ഓർത്തു വയ്ക്കാം. സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണമാണ് 55 ചതുരശ്ര കിലോമീറ്റർ എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത ആറളം വന്യജീവി സങ്കേതത്തിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടിയാണ് കാട്ടിയേൽ മല എന്ന് കൂടി ഓർത്തു വയ്ക്കുക. ഇവിടുത്തെ പ്രധാന വനരീതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിത്യഹരിത, അർദ്ധ നിത്യഹരിത, ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ എന്ന് കൂടി ഓർത്തു വയ്ക്കുക. ആറളം വന്യജീവി സങ്കേതത്തിലെ ഏതെല്ലാം 2 മൃഗങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ആനയും കാട്ടുപോത്തുമാണെന്ന് ഓർത്തു വയ്ക്കുക. ആറളം വന്യജീവി സങ്കേതത്തിൽ എത്ര ഇനം പക്ഷികൾ കണ്ടെത്തിയിട്ടുണ്ട്? 150 ഇനം പക്ഷികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സങ്കേതം പശ്ചിമഘട്ടത്തിന് പർവ്വതനിരയുടെ വടക്ക് ഭാഗത്താണ് പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ആറളം വന്യജീവി സങ്കേതത്തിലെ പ്രധാന ടൂറിസം പ്രവർത്തനമാണ് ട്രെക്കിംഗ് എന്ന് ഓർത്തു വയ്ക്കുക. മലബാർ ഭീമൻ അണ്ണാനെ കാണാൻ സാധ്യതയുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. അടുത്ത് നോക്കേണ്ടത് ചൂലന്നൂർ പക്ഷി സങ്കേതം. മയിലാടുംപാറയിലാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം. ചൂലന്നൂർ മയിൽ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ്. ചൂലന്നൂർ മയിൽ സങ്കേതം പ്രഖ്യാപിക്കപ്പെട്ടത് 1993. സംഘത്തിൽ ഏത് മൃഗത്തിനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? മയിലുകളെയാണ് സംരക്ഷിക്കപ്പെടുന്നത് ഓർത്തു വയ്ക്കാം. കേരളത്തിലേക മയിൽ സങ്കേതമാണ് ചൂലന്നൂർ മയിൽ സങ്കേതം. ചൂലന്നൂർ മയിൽ സങ്കേതം ഏത് പേരിൽ അറിയപ്പെടുന്നു? മയിലാടുംപാറ എന്നറിയപ്പെടുന്നു. സങ്കേതത്തിലെ മയിലുകളുടെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാസസ്. അതായത് മയിലുകളുടെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാസസ്. ചൂലന്നൂർ മയിൽ സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണമാണ് 3.5 ചതുരശ്ര കിലോമീറ്റർ. പ്രധാന വനരീതിയാണ് വരണ്ട ഇലപൊഴിയും വനങ്ങളും
കുറ്റിക്കാടുകളും. മയിലാടുംപാറയിലെ പ്രധാന ആകർഷണം എന്തെന്ന് വെച്ചാൽ മയിലുകളുടെ നൃത്തം ചെയ്യുന്നത് കാണാനുള്ള അവസരമാണ് ചൂലന്നൂർ എന്ന് ഓർത്തു വയ്ക്കാം. ചൂലന്നൂർ കേന്ദ്രത്തിൽ കാണപ്പെടുന്ന പ്രധാന ചെറിയ സസ്തിനിയാണ് കാട്ടുപന്നിയും കീരിയും എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത് മലബാർ വന്യജീവി സങ്കേതമാണ്. മലബാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ് മലബാർ വന്യജീവി സങ്കേതം. മലബാർ സങ്കേതം പ്രഖ്യാപിക്കപ്പെട്ടത് 2010. ഈ സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണം 74.21 ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് ഓർത്തു വയ്ക്കുക. മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ പ്രധാന പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ കക്കയും പെരുവണ്ണാമൂഴിയും. കക്കയവും പെരുവണ്ണാമൂഴിയും എന്ന് ഓർത്തു വയ്ക്കുക. ഇവിടെ പ്രധാന വനരീതിയാണ് നിത്യഹരിത, അർത്ഥ നിത്യഹരിത ഈർപ്പമുള്ള ഇലപുഴിയും വനങ്ങൾ. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളുടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലബാർ സങ്കേതത്തിൽ കാണപ്പെടുന്ന പ്രധാന 2 മൃഗങ്ങളാണ് ആനയും കാട്ടുപോത്തും. മലബാർ വന്യജീവി സങ്കേതത്തിൽ എത്ര ഇനം പക്ഷികളെ കണ്ടെത്തിയെന്ന് വെച്ചാൽ 220-ലധികം പക്ഷികളെ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത പെരുവണ്ണാമൂഴി അണക്കെട്ട് ഏത് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമെന്ന് വെച്ചാൽ മലബാർ വന്യജീവി സങ്കേതത്തിനാണ്. സിംഹവാലൻ കുരങ്ങളെ കാണപ്പെടാൻ സാധ്യതയുള്ള വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം എന്ന് ഓർത്തു വയ്ക്കുക. മലബാർ വന്യജീവി സങ്കേതം ഏത് പർവ്വതനിരയുടെ ഭാഗം എന്ന് വെച്ചാൽ പശ്ചിമഘട്ടം. സ്ഥിരമായിട്ട് എല്ലാം പശ്ചിമഘട്ടത്തിന്റെ ഏകദേശം പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണെന്ന് ഓർത്തു വയ്ക്കുക. മലബാർ. അടുത്ത് നോക്കേണ്ട മംഗളവനം പക്ഷി സങ്കേതമാണ്. മംഗളവനം പക്ഷി സങ്കേതം ഏത് ജില്ല എന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലാണ്. പോയിട്ടുള്ളവർക്കറിയാം ചെറിയൊരു ഭാഗമാണ്. കേരള ഹൈക്കോടതിയുടെ പുറകുവശത്ത് സ്ഥിതി ചെയ്യുന്നതാണ് മംഗളവനം പക്ഷി സങ്കേതം ഏത് നഗരത്തിലാണ് സ്ഥിതി എന്ന് വെച്ചാൽ കൊച്ചിയാണ്. പക്ഷി സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണമാണ് 2.74 ഹെക്ടർ. ഓക്കെ. മംഗളവനം പക്ഷി സങ്കേതത്തിന്റെ പ്രധാന ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാടുകളിൽ അവിടെ പക്ഷികൾ ഉണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും. ഒരു ടവറൊക്കെ ഉണ്ട്, നേരിട്ട് പോയിട്ട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചെറിയൊരു ഭാഗമാണ്. ഞാൻ പോകുമ്പോൾ അന്ന് 10 രൂപയായിരുന്നു എന്താണ് അതിൻ്റെ പ്രവേശന ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ. സങ്കേതം ഏത് പേരിലാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. അത് ചോദിച്ചു കഴിഞ്ഞ ചോദ്യമാണ്. മംഗളവനം സങ്കേതത്തിലെ എത്ര ഇനം പക്ഷികൾ കണ്ടെത്തിയിട്ടുണ്ട്? 100-ലധികം ഇനം. ഇവിടുത്തെ പ്രധാന പക്ഷി ഇനമാണ് നീർക്കാക്ക അല്ലെങ്കിൽ ചിന്നക്കൊക്ക്. മംഗളവനം പക്ഷി സങ്കേതത്തിൽ പക്ഷികളെ കൂടാതെ കാണുന്ന ചില ജീവികളാണ് മത്സ്യങ്ങൾ, കക്കുകൾ, ഞണ്ടുകൾ. അടുത്ത കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം എന്ന് ചോദിച്ചാൽ മംഗളവനമാണ്. മംഗളവനം പക്ഷി സങ്കേതത്തിൽ പ്രധാന ലക്ഷ്യം നഗരമധ്യത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണമാണ്. ഓക്കെ. അടുത്ത കൊട്ടിയൂർ വന്യജീവി സങ്കേതം നോക്കാം. കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കപ്പെട്ടത് 2011. ഈ സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണമാണ് 30.38 ചതുരശ്ര കിലോമീറ്റർ. കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് പർവ്വതനിരയുടെ ഭാഗം എന്ന് വെച്ചാൽ പശ്ചിമഘട്ടം. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിന്റെ സമീപം സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം എന്ന് ഓർത്തു വയ്ക്കുക. ഇവിടുത്തെ പ്രധാന വനരീതികൾ നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളുമാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ബാബേലി നദി എന്നുകൂടി ഓർത്തുവയ്ക്കുക. ഒരു പുതിയ പോയിന്റാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ബാബേലി നദി എന്നുകൂടി ഓർത്തുവയ്ക്കുക. അടുത്ത് കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന 2 അപൂർവ ഇനം മൃഗങ്ങളാണ് സിംഹവാലൻ കുരങ്ങും അതുപോലെ തന്നെ മലബാർ ഭീമൻ അണ്ണാനുമാണ്. കൊട്ടിയൂർ സങ്കേതത്തിലെ എത്ര ഇനം പക്ഷികളെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ 170-ലധികം. ഈ സങ്കേതത്തിലെ വന്യജീവി സങ്കേതമായി ഒരു ഇടനാഴി പങ്കിടുന്നുണ്ട് മലബാർ വന്യജീവി സങ്കേതം. ഏത് സങ്കേതവുമായിട്ട് ഇടനാഴി പങ്കിടുന്നത് വെച്ചാൽ മലബാർ വന്യജീവി സങ്കേതവുമായിട്ടാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഇടനാഴി പങ്കിടുന്നത്. അടുത്ത് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു വെച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം എപ്പോഴാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്? 2020. സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണമാണ് 227.42 ചതുരശ്ര കിലോമീറ്റർ. കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗം എന്ന് വെച്ചാൽ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. കരിമ്പുഴ സങ്കേതം ഏത് ദേശീയോദ്യാനത്തിന്റെ അല്ലെങ്കിൽ ബഫർ സോണിനോടാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ സൈലന്റ് വാലി ദേശീയോദ്യാനത്തോട് ചേർന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ സിംഹവാലൻ കുരങ്ങും എവിടെ കാണപ്പെടുന്നു? കരിമ്പുഴയിൽ കാണപ്പെടുന്നു എന്ന് പറയാൻ കാരണം. അടുത്ത് ഇവിടുത്തെ പ്രധാന വനരീതി ഏതെന്ന് വെച്ചാൽ നിത്യഹരിത വനങ്ങളും ചോല പുൽമേടുകളാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് കരിമ്പുഴ നദി എന്ന് ഓർത്തു വയ്ക്കാം. കരിമ്പുഴ സങ്കേതത്തിന് കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഏതെങ്കിലും 2 മൃഗങ്ങളാണ് നീലഗിരി താറും സിംഹവാലൻ കുരങ്ങ്. കരിമ്പുഴ സങ്കേതത്തിന് എത്ര ഇനം പക്ഷികളെ കണ്ടെത്തിയിട്ടുണ്ടോ? 200-ലധികം പക്ഷികളെ കണ്ടെത്തിയിട്ടുണ്ട്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണമാണ്. ഇനി പക്ഷി സങ്കേതം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റിസർവ് ആണ്. പക്ഷേ വന്യജീവി സങ്കേതത്തിലെ ഔദ്യോഗിക പട്ടികയിൽ ഉൾപ്പെടാത്ത 2 ഭാഗങ്ങളോട് നോക്കാം. ഒന്ന് കുമരകം വേമ്പനാട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നു. കുമരകം പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നതാണ്. കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ പക്ഷി സങ്കേതം ഏത് കായലിന്റെ തീരത്ത് എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിന്റെ തീരത്താണ്. അതുകൊണ്ടാണ് വേമ്പനാട് പക്ഷി സങ്കേതം എന്ന് പറയാൻ കാരണം.
കുമരകം പക്ഷി സങ്കേതം ഏത് പേരിലും അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ വേമ്പനാട് പക്ഷി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു. സങ്കേതം പ്രധാനമായിട്ട് പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ്. ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഏത് കുമരകം എന്ന് ഓർത്തു വയ്ക്കാം. ഈ സങ്കേതത്തിന്റെ പ്രധാന ആകർഷണം എന്ന് വെച്ചാൽ സൈബീരിയൻ കൊക്ക്, സൈബീരിയയിൽ നിന്ന് ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്നും എത്തുന്ന ദേശാടന പക്ഷികളാണ്. അതിൽ സൈബീരിയൻ കൊക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അടുത്ത് പക്ഷികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന മാർഗം എന്തെന്ന് വെച്ചാൽ ബോട്ട് യാത്രയിലൂടെ വാച്ച് ടവറിൽ നിന്നുള്ള നിരീക്ഷണമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം മേഖലയായിട്ട് വരുന്നത്. കുമരകം പക്ഷി സങ്കേതത്തിന്റെ ഏകദേശ വിസ്തീർണമാണ് 14 ഏക്കറിലധികം. ഇവിടുത്തെ ആവാസ വ്യവസ്ഥയിൽ പ്രധാന സവിശേഷത എന്താണെന്ന് വെച്ചാൽ കണ്ടൽക്കാടുകളും നെൽപ്പാടങ്ങളുമാണെന്ന് ഓർത്തിക്കുക. അടുത്ത് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലെന്ന് വെച്ചാൽ വയനാട് ജില്ലയിലാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് വലിയ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗം എന്ന് വെച്ചാൽ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ്. സങ്കേതം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് കർണാടകയും തമിഴ്നാട്. മുത്തങ്ങ സങ്കേതം ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നതെന്ന് വെച്ചാൽ ആനകളുടെ സംരക്ഷണത്തിനാണെന്ന് ഓർത്തു വയ്ക്കാം. മുത്തങ്ങയിലെ പ്രധാന വനരീതിയാണ് ഈർപ്പമുള്ള ഇലപ്പൊഴിയും വനങ്ങളും പുൽമേടുകളും എന്നുകൂടി ഓർത്തു വയ്ക്കാം. അടുത്ത മുത്തങ്ങയിൽ കാണുന്ന ഏതെങ്കിലും പ്രധാന മൃഗങ്ങളാണ് ആനയും കടുവയും. ഇവിടുത്തെ പ്രധാന ടൂറിസമാണ് ജീപ്പ് സഫാരി. മുത്തങ്ങയിലെ പ്രവർത്തനം പ്രധാന ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ കടുവ സംരക്ഷണവും ആനകളുടെ ആവാസ വ്യവസ്ഥയും. നിലനിർത്തുന്ന മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് പർവ്വതനിരയുടെ ഭാഗം എന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ജില്ലയാണെന്ന് ഓർത്തുവയ്ക്കുക. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം, ഇടുക്കി, 1978. കേരളത്തിലെ ഒരേയൊരു ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാവനം ബയോളജിക്കൽ പാർക്ക് എന്ന് ഓർത്തുവയ്ക്കുക. കേരളത്തിലെ 7ാമതായി പരിഗണിക്കുന്ന ദേശീയോദ്യാനമാണ് കരിമ്പുഴ ദേശീയോദ്യാനം, പാലക്കാട്. കേരളത്തിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്ന സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984 ഇന്ദിരാഗാന്ധി. എന്നാൽ അത് ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധി. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ് എന്ന് ഓർത്തുവയ്ക്കാം. മഹാഭാരതത്തിൽ സൈരേന്ദ്രി വനം എന്ന് പരാമർശിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി എന്ന പേരിന് കാരണം ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ട് എന്നാണ് പറയുന്നത്. സൈലന്റ് വാലിയിൽ പോയവർക്കറിയാം അവിടെ ചീവീടുകൾ ഉണ്ട്. ഓക്കെ, അന്ന് ചീവീടുകൾ ഉണ്ടായിരുന്നില്ലായിരിക്കാം, ഇപ്പോൾ ചീവീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത സൈലന്റ് വാലി നാഷണൽ പാർക്കിലെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2009 സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ എന്ന് പറയുന്ന കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയാണെന്ന് ഓർത്തു വയ്ക്കുക. സൈലന്റ് വാലിയിൽ നിന്ന് കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷിയാണ് ബ്ലാക്ക് ബുൾബുൾ. അടുത്ത് സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം ഓർക്കിഡാണ് ഏറിയ ത്യാഗി എന്ന് ഓർത്തു വയ്ക്കുക. സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിന്റെ ദേശീയോദ്യാനമാണ് മുക്കുർത്തി എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത സൈലന്റ് വാലി റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1914. 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അടുത്ത നമുക്ക് നോക്കേണ്ടത് ഇരവികുളം ദേശീയോദ്യാനമാണ്. 1978 സ്ഥാപിതമായ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയിലുമായി ചെറിയ ഭാഗത്താണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 97 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തീർണമുള്ള ഈ സമൃദ്ധമായ വനപ്രദേശമാണ് ഇരവികുളം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയ ആനമുടി 2695 മീറ്റർ ഉയരമുള്ള ഇത് ദേശീയോദ്യാനത്തിൽ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗമാണ് നീലഗിരി താറ്. അതുപോലെ തന്നെ വരയാടിന്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്ന് ഓർത്തു വയ്ക്കാം. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട് എന്ന് ഓർത്തു വയ്ക്കാം. വരയാടാണ് ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഇരവികുളത്തിലെ മൃഗം. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പോയവർക്കറിയാം. ഇതിനെ ഭാഗ്യമുണ്ടെങ്കിൽ വരയാടിനെ നേരിട്ട് കാണാനും ജസ്റ്റ് ഒന്ന് തൊടാനൊക്കെ അവസരം ഉണ്ടാവും. അപ്പോൾ തുടരുന്നു ചെയ്യരുത്, എന്നാലും നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള അവസരം കിട്ടുന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം. ഓക്കെ, ഒരു വ്യാഴവട്ടക്കാലത്ത് പൂക്കുന്ന നീലക്കുറിഞ്ഞി സ്ട്രോബിലാന്തസ് കുന്തിയാന, ശാസ്ത്രീയനാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. പൂവിട്ട് കഴിഞ്ഞാൽ നീലപ്പട്ടു ഉള്ള പ്രകൃതി പോലെ കാണപ്പെടുന്നതാണ് നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത് കാണാൻ. ഏറ്റവും അവസാനമായിട്ട് പൂത്തത് 2018. ഇനിയൊരു വ്യാഴവട്ടം 12 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത് കാണാൻ കഴിയും. ഓക്കെ,
അടുത്ത ആനമുടിച്ചോല ദേശീയോദ്യാനം കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പശ്ചിമഘട്ട മേഖലയിൽ സമൃദ്ധമായ ജൈവവൈവിധ്യമാണ്. അപൂർവമായ ചോല പുൽമേടുകൾ കാണപ്പെടുന്നത് ഇതിന്റെ ഭാഗമാണെന്ന് ഓർത്തുവയ്ക്കാം. 7.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി വ്യാപിച്ചു കിടക്കുന്നതാണ് ആനമുടിച്ചോല ദേശീയോദ്യാനം എന്ന് ഓർത്തുവയ്ക്കാം. 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. നീലഗിരി താർ, ഇന്ത്യൻ കാട്ടുനായ, അതുപോലെ നീലഗിരി മർട്ടൻസ് എന്നിവ പ്രധാനപ്പെട്ട മൃഗങ്ങളാണ് ഈ ഭാഗത്ത് കാണപ്പെടുന്ന. ആനമുടിച്ചോല ദേശീയോദ്യാനം ഉൾപ്പെടുന്ന 3 റിസർവ് വനങ്ങളുണ്ട്. ഏതൊക്കെയെന്ന് വെച്ചാൽ ഇടവര ചോല റിസർവ് വനം, പുല്ലാർട്ടി ചോല റിസർവ് വനം, മന്നവൻ ചോല റിസർവ് വനം. ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം എന്ന് ഓർത്തുവയ്ക്കാം. അടുത്ത പാമ്പാടും ചോലയാണ്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പശ്ചിമഘട്ട നിരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. വിസ്തീർണം 1.32 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2004 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ നിരവധി ജീവജാലങ്ങൾക്ക് അഭയകേന്ദ്രമാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം. അതിലെ നീലഗിരി മാർട്ടസ്, അതുപോലെ തന്നെ ഇന്ത്യൻ കാട്ടുനായ എന്നിവ വംശനാശ ഭീഷണി നേരിടുന്ന പാമ്പാടും ചോലയിലെ മൃഗങ്ങളാണെന്ന് ഓർത്തുവയ്ക്കാം. അതടുത്ത് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം 12.82 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം എന്ന് ഓർത്തുവയ്ക്കാം. 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ പ്രദേശത്തിലെ ആനയുടെ ശാസ്ത്രീയ നാമക്കറിയാം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്, അതുപോലെ തന്നെ നീലഗിരി മാർട്ടസ് ഗ്വസ്കിൻകി, അതുപോലെ തന്നെ കാട്ടുപോത്ത് ബോസ് ഗോറസ് എന്നിവ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ്ലാൻഡ് പ്രഖ്യാപിച്ചതാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല എന്ന് ഓർത്തുവയ്ക്കാം. മതികെട്ടാഞ്ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉച്ചിൻകുടുത്തിപ്പുഴ, മതികെട്ടാൻപുഴ, തൊണ്ടാർ, അതായത് പന്നിയാറിന്റെ പോഷക നദികളാണ് ഓർത്തുവയ്ക്കാം. അപ്പോൾ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് നല്ല ടൈം എടുത്തു, നല്ല പോയിന്റുകൾ ഉൾപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങളും അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി. താങ്ക് യു.